ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് നാരായണീയം ദശകം 47 ഉലൂഖല ബന്ധനം. കണ്ണനെ തൈര് കലമൊക്കെ ഉടച്ച് പാല് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ പകുതി കുടിപ്പിച്ചിട്ട് മറ്റ് ജോലിക്ക് പോയപ്പോൾ കണ്ണന് ദേഷ്യം വന്ന് തൈരും കലമൊക്കെ ഉടച്ച്. അങ്ങനെയൊക്കെ പല പല കുസൃതികൾ കാണിക്കുന്നതുകൊണ്ട് ആ അമ്മ ഉരലിൽ ബന്ധിച്ചിട്ടാണ് ഉലൂഖല ബന്ധനം. നമുക്കത് വായിക്കാം. ദശകം 47 ഉലൂഖല ബന്ധനം. ശ്ലോകം 1. ഏകഥാദിധി വിമാധകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യപവിവാൻ പയോധരോ. ഏകഥാദിധി വിമാധകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യപവിവാൻ പയോധരോ. ഇവിടെ ഒരു ദിവസം യശോദാമ്മ തൈർ കടഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണൻ കണ്ടു. എന്നും രാവിലെ അമ്മ തൈര് കടയും. ഒരു ദിവസം അത് കണ്ണന് അത് കണ്ടിട്ട് ഉടനെ തന്നെ കണ്ണന് മുല കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ കുഞ്ഞ് വേഗം അമ്മയുടെ സമീപത്തെത്തി തൈര് കടയുന്നത് തടഞ്ഞിട്ട് മടിയിൽ കയറിയിരുന്ന് മുല കുടിച്ചു തുടങ്ങി. അപ്പോൾ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുമ്പം പാല് കുടിക്കാൻ പറ്റത്തില്ല, മടിയിലിരുന്നല്ലേ പാല് കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തൈര് കടയുന്നത് തടഞ്ഞു വെച്ചിട്ട് നിർബന്ധമായിട്ട് തന്നെ മടിയിൽ കയറി ഇരുന്നിട്ട് പാല് കുടിച്ചു തുടങ്ങി. ശ്ലോകം 2. അർദ്ധപീതകുച കുട്മളേ തുയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശാദഹനെ പരിശ്രുതം ധർത്തും ആശുജനനീ ജഗാമതേ. അർദ്ധപീതകുച കുട്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശാദഹനെ പരിശ്രുതം ധർത്തും ആശുജനനീ ജഗാമതേ. അങ്ങനെ പാല് കയറി കുടിച്ചു തുടങ്ങിക്കൊണ്ടിരുന്നപ്പം ഭഗവാനേ ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് പറയുക, മുലകുടി പകുതിയാക്കിയ നിന്തിരുവടിയുടെ മുഖകമലത്തിൽ നറു പുഞ്ചിരി പൊട്ടി വിരിയവേ അങ്ങയുടെ അമ്മ അടുപ്പത്ത് വച്ചിരിക്കുന്ന പാല് തിളച്ച് പൊന്തി പൊങ്ങുന്നത് കണ്ട് അത് വാങ്ങി വയ്ക്കാനായി പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. കുഞ്ഞിങ്ങനെ മുലകുടി നന്നായി ആസ്വദിച്ചിങ്ങനെ മുഖകമലത്തിൽ നിന്ന് നറു പുഞ്ചിരി ഇങ്ങനെ പൊട്ടി വരുമായിരുന്നു. സന്തോഷമായിട്ടിരുന്ന് കുടിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ മുഖകമലത്തിൽ ഭഗവാന്റെ മുഖത്തിങ്ങനെ നറു പുഞ്ചിരി, എന്ത് രസം അമ്മേ പാല് കുടിച്ചിട്ട് എന്നുള്ള രീതിയിൽ ഉള്ളിൽ അങ്ങനെ തോന്നിക്കുന്ന മാതിരി നറു പുഞ്ചിരി പൊട്ടി വിരിയവേ അങ്ങയുടെ ഭഗവാൻ ആ കണ്ണൻ്റെ അമ്മ എന്ത് യശോദാമ്മ അടുപ്പത്ത് വച്ചിരിക്കുന്ന പാല് തിളച്ച് പൊന്തി പൊങ്ങുന്നത് കണ്ടപ്പോൾ അത് വാങ്ങി വയ്ക്കാനായി പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ആ പുഞ്ചിരിച്ചു വന്നതായിരുന്നു, നല്ല പുഞ്ചിരിയോടുകൂടി വന്നതായിരുന്നു കണ്ണൻ. ശ്ലോകം 3. സാമിപീതരസഭംഗ സംഗത ക്രോധഭാര പരിഭൂത ചേതസ മന്ദദണ്ഡ ഉപഗൃഹ്യ പാടിതം ഹന്തദേവദധി ഭാജനം ത്വയാ. സാമിപീതരസഭംഗ സംഗത ക്രോധഭാര പരിഭൂത ചേതസ മന്ദദണ്ഡം ഉപഗൃഹ്യ പാടിതം ഹന്തദേവദധി ഭാജനം ത്വയാ. ഇവിടെ കണ്ണൻ വേണ്ടത്ര പാൽ കുടിച്ചിട്ടില്ലാത്തതിനാൽ പുഞ്ചിരിച്ചിങ്ങോട്ട് വന്നതാ, ആസ്വദിച്ച് കുടിക്കുന്ന അങ്ങോട്ട് സമയം വന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഭംഗം വന്നു. അതായത് വേണ്ടത്ര പാൽ കുടിച്ചിട്ടില്ലാത്തതിനാൽ ഇടയ്ക്ക് രസഭംഗം വന്നു. ഉണ്ണിക്ക് എന്ത് വന്നു? കോപമുണ്ടായി. കാരണം ആസ്വദിച്ചിങ്ങനെ വന്നപ്പോൾ, രസിച്ചിങ്ങനെ വന്ന് കുടിച്ചതിൻ്റെ ഒരു രുചിയും ആ ഒരു സന്തോഷവും നറു പുഞ്ചിരിയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് എണീറ്റ് പോയപ്പോൾ രസഭംഗം, ആസ്വാദത്തിന് ഭംഗം, ഹാനി വന്നു, വിഘ്നം വന്നു. അങ്ങനെ ഉണ്ണിക്ക് എന്ത് വന്നു? നമുക്ക് എല്ലാവർക്കും അങ്ങനെ വരുമല്ലോ, അതുപോലെ ഭഗവാൻ കണ്ണനും കോപമുണ്ടായി.
ആവേശം മുഴുത്ത് കോപത്തിൻ്റെ അങ്ങ് ആവേശമായപ്പോൾ എന്ത് ചെയ്ത് അതങ്ങോട്ട് മുഴുത്ത് അമ്മയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന് വിചാരിച്ച് വേഗം കടകോലെടുത്ത് കടഞ്ഞുകൊണ്ടിരുന്ന തൈർക്കലം തച്ചങ്ങുടച്ച്. ദേഷ്യം സഹിക്കാൻ എന്തെങ്കിലും തീർക്കണ്ടേ, ദേഷ്യം പോണ്ടേ. വന്നുപോയ ദേഷ്യത്തെ എങ്ങനെ പോക്കി? ആ കടകോല്, ആ മത്ത്, ഇത് തൈര് ഉടയ്ക്കുന്ന മത്ത് എന്ന് പറയുന്ന ഒരു കടകോലുണ്ട്. ആ കടകോലെടുത്ത് കടഞ്ഞുകൊണ്ടിരുന്ന തൈരും കലം ഉണ്ടല്ലോ, അത് തച്ചങ്ങോടച്ച് അടിച്ചു പൊട്ടിച്ചു കണ്ണൻ. ഇതെല്ലാം ഭട്ടതിരിപ്പാട് ഭഗവാനെ ഗുരുവായൂരപ്പ ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്, ഇതൊക്കെ പറഞ്ഞ് ഭഗവാനെ ഇങ്ങനെ സന്തോഷിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ്. നമുക്കും ഇതൊക്കെ ഓർത്ത് ഭഗവാനോട് പറയാം, എന്നാലും കണ്ണാ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത കണ്ണനാണ്, ഇതിന് ഞങ്ങൾക്കൊക്കെ ഇച്ചിരി കോപം വന്നാൽ എന്താ, സഹിച്ചുകൂടെ കണ്ണനും എന്ന് നമുക്കും പറയാം. അത് എൻ്റെ അഭിപ്രായമാണ് മക്കളെ. ഇവിടെയുള്ള കടകോലെടുത്ത് കടഞ്ഞുകൊണ്ടിരുന്ന തൈർക്കലം തച്ചുടച്ച് കളഞ്ഞു. ശ്ലോകം 4. ഉജ്ജലധ്വനിതം ഉച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുത ത്വദ്യശോ വിസരവത് ദദർശ സാ സദ്യയേവ ദധി വിസ്തൃതം ശിതൗ. ഉജ്ജലധ്വനിതം ഉച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുത ത്വദ്യശോ വിസരവത് ദദർശ സാ സദ്യയേവ ദധി വിസ്തൃതം ശിതൗ. ഉജ്ജലധ്വനിതം ഉച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുത ത്വദ്യശോ വിസരവത് ദദർശ സാ സദ്യയേവ ദധി വിസ്തൃതം ശിതൗ. ഇവിടെ കലം ഉടയ്ക്കുന്ന ആ വലിയ ശബ്ദം, തച്ചുടച്ചതിൻ്റെ ശബ്ദം കേട്ട് അമ്മ ഓടിയെത്തി. എന്താ ഈ ശബ്ദം എന്ന് കേട്ടുകൊണ്ട് ഇത്രയും വലിയൊരു ശബ്ദം എന്ന് പറഞ്ഞ് പെട്ടെന്ന് കുഞ്ഞ് വീണതങ്ങനാണോ എന്നൊക്കെ കരുതി കാണും. അങ്ങനെ ഓടിയെത്തി അമ്മ. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, നിലത്ത് പരന്ന് കിടക്കുന്നെന്തോ അത് നോക്കി ശ്രദ്ധിച്ചു. ഇതെന്തേ കിടക്കുന്നത്? അങ്ങനെ ഈ ശബ്ദം കേട്ടപ്പോൾ ഉടനെ അവിടെ ഓടിയെത്തിയ അമ്മ നിലത്ത് പരന്ന് കിടക്കുന്നത് എന്താണെന്ന് നോക്കി. നിന്തിരുവടിയുടെ കീർത്തി പ്രസരം പോലെ തൈർ പരന്ന് നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. അമ്മ പാലും തിളച്ചു തൂന്ന പാല് വാങ്ങിക്കാൻ പോയ സമയം നോക്കിയുടെ കണ്ണൻ എല്ലാം അടിച്ചുടച്ച് തൈരും എല്ലാം അവിടെ നിരന്ന് കിടക്കുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോൾ, ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എന്താ, നിന്തിരുവടിയുടെ കീർത്തി പ്രസരം പോലെ തന്നെ തൈർ പരന്ന് നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. തൈർ പരന്നപ്പോൾ അതിനുമേൽ പാറിക്കിടക്കുന്ന വെണ്ണ ഇങ്ങനെ ഉടച്ചുടച്ച് വരുമ്പം കുറച്ച് അവിടെയായിട്ട് കുറേശ്ശെ ഈ വെണ്ണ ഇങ്ങനെ വരും. അത് അതിൻ്റെ മുകളിൽ തന്നെ കിടക്കും. തൈര് നനവുള്ളതുകൊണ്ട് തറയിൽ പറ്റും, ഈ വെണ്ണ അങ്ങനെ പെട്ടെന്ന് തറയിൽ പിടിക്കില്ല. അതിങ്ങനെ പൊങ്ങിയൊക്കെ കിടക്കും. അത് തൈർ ഇങ്ങനെ പരന്നപ്പോൾ അതിന് മേല് പാറിക്കിടക്കുന്ന വെണ്ണ കുഞ്ഞു കൈകൾ കൊണ്ട്, കണ്ണൻ്റെ ആ കുഞ്ഞു കൈകൾ കൊണ്ട് വാരിയെടുത്ത് അമ്മ കാണാതെ ഉണ്ണി ഓടിപ്പോയി. അടിയെട്ടത്തില്ലയോ, അതുകൊണ്ട് വന്ന ദേഷ്യത്തിനങ്ങ് ഉടച്ച് നോക്കിയപ്പോൾ എന്താ, ഉടയ്ക്കുമ്പോൾ തൈരിങ്ങനെ തറയിൽ കിടക്കുമെന്ന് കുഞ്ഞിന് അറിയില്ലല്ലോ. ഉടയ്ക്കണമെന്നേ അറിയത്തുള്ളൂ. പക്ഷേ ഇത്രയും നോക്കിയപ്പോൾ തറയിലെല്ലാം നിരന്നങ്ങ് കിടക്കുമോ, തൈരെല്ലാം പോയില്ലേ. അദ്ദേഹം വിചാരിച്ചൊന്നും കലം മാത്രമേ ഉടയത്തുള്ളൂ, തൈരതി കിടക്കുമെന്ന് കരുതി കാണും. എന്തായാലും ഉടച്ച് നോക്കിയപ്പോൾ എന്താ അന്തം വിട്ടുപോയി കാണും. അങ്ങനെ തൈരെല്ലാം തറയിലിങ്ങനെ നിരന്ന് കിടക്കുന്ന കുഞ്ഞെന്തോ ഇത് വെണ്ണയെങ്കിലും പാലോ കുടിച്ചിട്ട് മതിയായില്ല. എന്നാൽ വെണ്ണയെങ്കിലും തിന്നാമെന്ന് കരുതി ഭഗവാൻ എന്ത് ചെയ്തു, മുകളിലേന്ന് കുറച്ച് കുഞ്ഞ് കൈകൾ കൊണ്ട് മുകളിലേന്ന് കുറച്ച് വെണ്ണയും വാരിക്കൊണ്ട് അമ്മ കാണാതെ ഉണ്ണി ഓടിപ്പോയി. ശ്ലോകം 5. വേദമാർഗ പരിമാർഗിതം രുഷാ ത്വാം അവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സംദദർശ സുകൃത്യന്യുലൂഖലേ ദീയമാന നവനീതമോദവേ. വേദമാർഗ പരിമാർഗിതം രുഷാ ത്വാം അവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സംദദർശ സുകൃതിന്യുലൂഖലേ ദീയമാന നവനീതമോദവേ. ഒന്നും കൂടി. വേദമാർഗ പരിമാർഗിതം രുഷാ ത്വാം അവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സംദദർശ സുകൃതിന്യുലൂഖലേ ദീയമാന നവനീതമോദവേ. ഇവിടെ വേദോക്തമായ മാർഗങ്ങളിലൂടെ തേടിക്കൊണ്ടിരിക്കുന്ന അങ്ങയെ, കൃഷ്ണ ഗുരുവായൂരപ്പ, വേദോക്തമായ മാർഗങ്ങളിലൂടെ തേടിക്കൊണ്ടിരിക്കുന്ന അങ്ങയെ കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടെ എങ്ങും കാണാതെ വന്നപ്പോൾ അമ്മ ഒക്കെ നോക്കി കുഞ്ഞിനെന്ത്, അതായത് ഈ കലമൊക്കെ ഉടച്ചിട്ട് എങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ അവിടേക്കേ യശോദാമ്മ നോക്കി.
അവിടെയെങ്ങും കാണാതെ വന്നപ്പോൾ കുപിതയായ യശോദ ദേഷ്യം വന്ന് ഉണ്ണി എവിടെ എവിടെ എന്ന് തെരഞ്ഞു നോക്കി. നീ എവിടെ നിൽക്കുന്ന ഉണ്ണി എന്ന് പറഞ്ഞു. അപ്പോൾ കാണാതെ കൂടെ വന്നപ്പോഴത്തേക്ക് ദേഷ്യം കൂടി കുപിതയായി. അങ്ങനെ ഉണ്ണി എവിടെ എവിടെയെന്നും പറഞ്ഞ് തെരഞ്ഞു നോക്കി. അപ്പോൾ ഉണ്ണി എന്ത് ചെയ്യുന്നു? ഉരലിന്മേൽ നിന്ന് പൂച്ചകൾക്ക് ഉരലിൻ്റെ മുകളിലങ്ങ് കയറി. ആശാൻ വിചാരിച്ചാണ് ഉരലിൻ്റെ മുകളിൽ നിന്ന് അമ്മയ്ക്ക് എത്തത്തില്ലായിരിക്കുമെന്ന്. ഉരലിന്മേൽ നിന്ന് പൂച്ചകൾക്ക് എന്ത് ചെയ്യുന്നു? വെണ്ണ കൊടുക്കുന്നത് കണ്ടില്ല. വാരിക്കൊണ്ട് പോയി കുറച്ച് മുകളിൽ നിന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ. കയ്യിലെന്തോ കുഞ്ഞ് കൈയല്ലേ, തളിര് പോലത്തെ ആ കുഞ്ഞ് കൈ കൊണ്ട് കുറേ വെണ്ണ വാരിക്കൊണ്ട് പോയത് ഉരലിൻ്റെ മുകളിൽ നിന്നിട്ട് പൂച്ചകൾക്ക് വെണ്ണ കൊടുക്കുന്നതാണ് അമ്മ യശോദാമ്മ കാണുന്നത്. അങ്ങനെയായിരുന്നു കണ്ണൻ്റെ ഈ കുസൃതി. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇതൊക്കെ വായിച്ചും നമുക്ക് ആസ്വദിക്കാൻ, ചിരിക്കാൻ കൊള്ളാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.